पति ब्रह्मचारी। ഞാൻ വീണ്ടും പറയുക, ഒരു കാര്യം മനസ്സിൽ വെച്ചോ, കുലദേവതയുടെ പൂജ കുറച്ച് ബുദ്ധിമുട്ടാ. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പോരാത്തതിന് ഈ സാരിയൊക്കെ കൊടുത്തോണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മാഡത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇപ്പൊ തന്നെ നിങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, കാലും മരുന്നൊക്കെ തേച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ നടക്കുക? ഞാൻ പറയുന്നത് നമുക്കൊരു പണി ചെയ്യാം. ഈ അമ്പലത്തിൽ പോകുന്ന കാര്യം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 ദിവസം എന്നല്ലേ അമ്മായി പറഞ്ഞത്? ഇപ്പൊ 5 ദിവസത്തിൽ നിന്ന് 1 ദിവസം കടന്നു പോയി. ഈ ഒരു ദിവസം തന്നെ അവൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നു നീ അവളോടൊന്ന് ചോദിച്ചു നോക്ക്. അവൾ എങ്ങനെ വേണോ ശ്രമിച്ചോട്ടെ, പക്ഷെ ഈ വീട്ടിൽ ഞാൻ അവളെ മരുമകളായി വാഴിക്കില്ല. വിദ്യ, അവൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കോ എന്തുവാണോ ചെയ്യട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മരുമകൾ എന്ന് നീ തന്നെയാ. അതെങ്ങനെയാ അമ്പലത്തിൽ പോകുന്ന കാര്യം ക്യാൻസൽ ചെയ്യുന്നേ? മോളെ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി പൂജ കഴിയുന്നതിന് മുമ്പ് പൂജാരിയോട് നീ ചോദിച്ചാൽ മതി. तू ना जरा सा भी मेरी तरह, ना कहीं से मैं तेरी तरह, मिलके भी दोनों हैं अजनबी, कैसी है ये दास्तां, ये दास्तां. നമ്മള് ഇതിലാണോ അമ്പലത്തിലേക്ക് പോകുന്നേ? അല്ല, അത് വേറൊന്നുമല്ല. ഞാനിപ്പോ എങ്ങനെയാ ഇതിലിരിക്ക? അത് ശരി, ഇത്രയുള്ള കാര്യം. ഞാനിവിടെ ഇല്ലേ? നിങ്ങൾ പിന്നെ സ്മാർട്ട് ആയോണ്ട് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. നോക്കിയോ ചേട്ടത്തി, ദേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം. അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാര് പോണത്. ഡോണ്ട് വെറി ബ്രഹ്മചാരി സാറേ, ടച്ച് ചെയ്യാതെ നോക്കിക്കോളാം. മക്കളെ, പുതിയ ദമ്പതിമാര് ഈ കലശം ഒരുമിച്ച് കയ്യിൽ പിടിച്ച് ഈ അമ്പലത്തിനെ 251 തവണ പ്രദക്ഷിണം ചെയ്യും. ഒരുമിച്ച് കലശം പിടിച്ചോണ്ട് എങ്ങനെയാ പ്രദക്ഷിണം ചെയ്യുന്നത്? ഇവൻ ബ്രഹ്മചാരിയാണല്ലോ, തൊടാനും പറ്റില്ല. ഈ സൂരജിത്ത് എവിടെ പോയി? പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ടെങ്കിലേ ദാ ഇതിലോട്ട് കയറി ഇരിക്കുക. ഏയ് വേണ്ട വേണ്ട, ഞാൻ പ്രദക്ഷിണം ചെയ്തു. ഇരുന്നോളൂ മോളെ, നീ ഒരു മഹാഭാഗ്യവതി തന്നെയാ. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ? पर लंबी है दूरियां, है दूरियां.
सुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं देवबलं तदेव लक्ष्मीपते देन्द्रियुगं स्मरामि मङ्गलं भगवान् विष्णु मङ्गलं गरुडध्वज मङ्गलं पुण्डरीकाक्ष मङ्गलाय तनोहरि सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते ഭഗവതി, ആ വിവാഹം എൻ്റെ ഇഷ്ടത്തോടെ നടന്നതല്ല. എങ്കിലും ഞാൻ സൂരജിനെ എന്നെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. എനിക്ക് ശക്തി തരണേ അമ്മ. എനിക്ക് അവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഏതൊരവസ്ഥയിലും ഒപ്പം നിൽക്കാനുള്ള ശക്തിയും വഴിയും കാണിച്ചു തരണേ. ഈ കല്യാണം എൻ്റെ നിവൃത്തികേടായിരുന്നു. എനിക്ക് മാഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഇഷ മാഡം എന്നെ ഉപേക്ഷിച്ച് എത്രയും പെട്ടെന്ന് മാഡത്തിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണേ. അതാണ് ഇവിടെ എല്ലാവർക്കും നല്ലത്. മക്കളെ, ഇതാ പൂജിച്ച രക്ഷയാണ്. ഇത് പരസ്പരം കയ്യിൽ കെട്ടിക്കൊടുക്കണം. ഇത് അമ്മയുടെ അനുഗ്രഹമായിട്ട് കരുതിയാൽ മതി. एक है जमीन एक है आसमां दोनों ही है दोनों से जुदा रहते हैं दोनों ही साथ साथ पर लंबी है दूरियां है दूरियां तू कहाँ मैं कहाँ तू कहाँ मैं कहाँ तू कहाँ मैं कहाँ तू कहाँ मैं कहाँ അമ്മ നിങ്ങളെ രണ്ടുപേരെ എപ്പോഴും കാത്തു രക്ഷിക്കട്ടെ. കാരണം നിങ്ങളെ ഒന്നിച്ച് കാണാൻ അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു തീരും. നിന്റെ സെലക്ഷൻ അസലായിട്ടുണ്ട്. നിന്റെ സാരി എന്ത് നല്ലതാ. ഇത് എവിടുന്നാ വാങ്ങിയത്? ഈ സാരി എൻ്റെ ഹസ്ബൻഡ് വാങ്ങിത്തന്നതാ. ഈ ഭർത്താവ് ഭർത്താവ് എന്നുള്ള വിളികെട്ട് ചെവി തഴമ്പിച്ചു. എന്തിനാ അവർക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ കാണുന്നുണ്ടോ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം. ഭാര്യയോട് എന്തുമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? നിങ്ങളും ഉണ്ടല്ലോ. ഇന്ന് ഒരു ടവലെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? എന്നെ സൂരജിനെ ഒന്നിപ്പിച്ചത് ഈ അമ്മ തന്നെയായിരിക്കും. നന്നായിരിക്കും മോളെ. ഇന്നു മുതൽ ഈ ഏരിയ എന്റേത് മാത്രമാ. എന്റേത് മാത്രം. ഇന്നു മുതൽ മനോഹർ പാൻ മസാല എന്ന ടെമ്പോ ഈ പരിസരത്ത് എങ്ങും കാണില്ല. ദാ കാലെടുക്കണം.
ഗംഭീരം. നിന്നെ സമ്മതിച്ചേ പറ്റൂ. പിടിച്ചതേ പിടിച്ചു. അതും ഗുലാബ് സിംഗിന്റെ മകളെ തന്നെയാ. ആ പാവം ഗുലാബ് സിംഗ് ആണെങ്കിൽ നീ ബ്രഹ്മചാരിയാണെന്ന് കരുതി അയാളുടെ മകളെ നോക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ നീ എന്താ ചെയ്തേ? നോക്കി നോക്കി അവളെ അങ്ങ് ഹൃദയത്തിലോട്ട് വെച്ചു. കൊള്ളാം. എന്തായാലും സമ്മതിച്ചു നിന്നെ. കൈക്കലാക്കിയതോ നഗരത്തിലെ തന്നെ ഏറ്റവും സൂപ്പർ സാധനത്തിനെ. നിങ്ങളെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഏതോ ഗുണ്ടകൾ വന്ന അമ്പലമുറ്റത്ത് അടിപിടി അടക്കുക. അവർക്ക് ഈശ്വരന് വല്ല പേടിയുണ്ടോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയായിരുന്നല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായസം കൊണ്ട് സമ്പാദിച്ചതായിരിക്കും അല്ലേ? ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുന്നില്ല നല്ലത് കല്യാണം കഴിക്കാതിരിക്കുന്നല്ലേ? ഇഷ, ഇന്ന് നീ വയസ്സറിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിങ്കളാഴ്ച വ്രതമാ. എന്തുവരമാ ഭഗവാനോട് ചോദിച്ചേ? അത് പിന്നെ ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള നിഴലുകൾ പോലെയാ. എന്നുവെച്ചാ ഒരാളുടെ ശരീരവും മറ്റൊരാളുടെ നിഴലും. അങ്ങനെ ഒരു ബന്ധമാകുമ്പോൾ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും. അതേപോലെ ഒരാളുടെ വിജയം മറ്റൊരാളുടെ വിജയവും ആയിത്തീരും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു IAS ഭർത്താവിനെ കിട്ടാനാ. അപ്പൊ ആളുകൾ കാണുമ്പോ എന്തു പറയും? ദാ അത് കണ്ടോ, IAS ഓഫീസറിന്റെ ഭാര്യയാ പോകുന്നേ. പൂജയൊക്കെ തീർന്നില്ലേ? എന്നാ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോ ആരോസ്. ഇന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? സ്പെഷ്യൽ ഡേ ഒക്കെ ആണ്. കാരണം എനിക്കിന്ന് നിന്നോടൊരു താങ്ക് യു പറയണം. താങ്ക് യു. അതെ കാവ്യ, നീ എന്റെ ലൈഫിലെ ബെസ്റ്റ് മെമ്മറീസ് വീണ്ടും എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. മനസ്സിന് വീണ്ടും ഒരു ധൈര്യം ഉണ്ടാക്കി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ അസുഖമൊക്കെ മാറി 2 കാലിൽ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ താങ്ക് യു കാവ്യ. എന്താ ഇങ്ങനെ കെയർലെസ് ആയി ചെയ്യുന്നത്? ഇവൾ പ്രഗ്നന്റ് ആണ്. നിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതൊരു വീടാണ്, കളിസ്ഥലമൊന്നുമല്ല. വേലക്കാരി വേലക്കാരുടെ സ്ഥാനത്ത് നിൽക്കണം. അനുരാഗേട്ട പ്ലീസ്. കാവ്യ ഇവിടുത്തെ വേലക്കാരി ഒന്നും. സോറി സർ, ഐ എം സോറി. അടുത്ത തവണ ഈ വേലക്കാരി കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കില്ല. സോറി. കുഴപ്പമില്ലല്ലോ. ഇല്ല. കുട്ടിയുടെ കാര്യത്തിൽ ഇത്രയും ടെൻഷൻ എന്തിനാ? അപ്പൊ പിന്നെ ഞാൻ പ്രഗ്നന്റ് അല്ലെന്നറിയുന്ന ദിവസം ഇവിടെ എന്തായിരിക്കും? ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു, ചെറിയച്ഛൻ വന്നു. അകത്ത് പോയി കളിക്കുക കേട്ടോ.
അമ്പലത്തിലും ജോലി നടത്തിയിട്ടാണ് സാറ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. സൂരജ് മോനെ, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല വല്യമ്മേ, കുഴപ്പമില്ല. അല്ലെങ്കിലും ഗുണ്ടകൾക്ക് എന്ത് കുഴപ്പമുണ്ടാകാനാ? അവർക്ക് അമ്പലമായാലും എന്താ വീടായാലും എന്താ എല്ലാം തല്ലുകൂടാനുള്ള സ്ഥലമല്ലേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. അനിയനല്ലേ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ കണ്ടോ, എന്നെ പോലെ ദൈവത്തിന് ഈ ബന്ധം നന്നായിരിക്കണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ടല്ലേ പൂജ പൂർത്തിയാക്കാതെ രണ്ടുപേരും തിരിച്ചു വന്നത്. അല്ല, പൂജയൊക്കെ എപ്പോഴും പൂർത്തിയായി. ഇതാ പ്രസാദം. അസലായി. ഇതുകൊണ്ടല്ലേ ഈശ്വരൻ നിന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് അയച്ചത്. ഇവന്റെ തലയിലെഴുത്ത് നന്നായത് കൊണ്ടല്ലേ നിന്നെ പോലൊരു മോളെ ഇവന് ഭാര്യയായിട്ട് കിട്ടിയത്. അങ്ങനെയല്ല അനിയ, തലയിലെഴുത്തൊന്നും അല്ല. ഇവളെന്റെ സൂരജിന്റെ തലവിധിയാ. ഏറ്റവും വലിയ നിർഭാഗ്യ. എന്തായാലും നീ ഗുണ്ട തന്നെയല്ലേ? ചതിയും വഞ്ചനയും അല്ലാതെ നിനക്കൊക്കെ വേറെ എന്തെങ്കിലും അറിയോ? അപ്പൊ നിന്റെ ഭർത്താവ് ഗുണ്ടയാണല്ലേ? ഈ സാരിയും വളയും പൊട്ടും കമ്മലും ഒക്കെ ഗുണ്ടായുസം കൊണ്ട് സമ്പാദിച്ചതാണല്ലേ? നീ നിന്നെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഈഷ. ഇത് നീ തന്നെയാണോ? എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, നീ തകർന്നു പോകരുത്. നിനക്കിവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാനുണ്ട്. അല്ല, എവിടെ പോയി നമ്മുടെ മഹാറാണി? അമ്പലവും വഴിപാടും പ്രസാദവും ഒക്കെ മതി. പോയി തുണി അലക്കാൻ നോക്ക്. ദാ വരുന്നു. സോറി ചേട്ടാ, അമ്പലത്തിൽ പോയില്ലേ? എനിക്കുള്ള പ്രസാദം എവിടെ? പ്രസാദം വേണോ നിനക്ക്? ആ, ഇപ്പൊ ഞങ്ങൾ അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ നിനക്ക് പോയി ചോദിച്ചൂടെ? അവന്റെ ഒരു എടാ, അച്ഛൻ മുൻപ് എന്നോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറിയിരുന്നത്. പക്ഷെ ഇഷ മാഡം വന്നതിന് ശേഷം ഉണ്ടല്ലോ, എപ്പോ നോക്കിയാലും അമ്പലത്തിലെ മണി പോലെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ എന്റെ മണ്ടയ്ക്ക് അടിച്ചോണ്ടിരിക്കുക. ഈ തലവേദന എന്നാണോ തീരാൻ പോകുന്നത്? എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇടാ, നിനക്ക് ഇതിലൊക്കെ ഉറപ്പുണ്ടല്ലോ അല്ലേ? ഈ ഫ്രണ്ട്ഷിപ്പ് നാടകമൊക്കെ ശരിക്കും ഏൽക്കുമല്ലോ അല്ലേ? എന്താടാ വീണ്ടും ഏടത്തെ നോക്കെ? നീ അല്ലടാ മാഡത്തിന്റെ ഫ്രണ്ട് ആവാൻ പറഞ്ഞേ. അപ്പൊ മാഡം മനസ്സിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലേ നീ പറഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ ഈ നാടകം കളിച്ചേ. കുറച്ച് സ്നേഹം നടിച്ചു, സാരി വാങ്ങിച്ചു കൊടുത്തു, അമ്പലത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ പറ്റാവുന്ന ഒക്കെ ചെയ്തു. പക്ഷെ മാഡം പിടിക്കുന്ന മൊയിലിൽ മാത്രം 2 കൊമ്പ. ഇവിടുന്ന് പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നീ ആണെങ്കിൽ ഏട്ടത്തി എന്ന് പറഞ്ഞ് എന്റെ സൗര്യം കെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ മാഡം നിന്റെ ഏട്ടത്തിയല്ല, പിന്നെ എന്റെ ഭാര്യയല്ല. ചേട്ടത്തി എന്ത് ഏട്ടത്തിയല്ല? വീണ്ടും നോക്കേടാ, വേറെ എന്ത് വേണോ ആക്കിയോട്ടോ, അവരുടെ കണ്ണ് നിറയാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ?
എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കാനുള്ളതൊക്കെ ഞാൻ വൈകിട്ട് കേട്ടു. എടാ നിനക്ക് ഉറപ്പുണ്ടല്ലോ അല്ലേ ഈ ഫ്രണ്ട്ഷിപ്പ് നാടകം ശരിക്കും ഏൽക്കുമല്ലോ? അല്ല അത് പുറത്തു പറഞ്ഞ കാര്യത്തെ പറ്റിയാ എനിക്ക് സംസാരിക്കാനുള്ളത്. അത് തന്നെ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞേ. പക്ഷെ നീ ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടേ പറ്റൂ. നീ എന്നോട് ഫ്രണ്ട്ഷിപ്പിന് വന്നത് എന്തിനാ? കഴിയുന്നത്ര വേഗം ഈ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയക്കാനല്ലേ? സൂരജ്, എനിക്ക് ഇവിടുന്ന് പോകണമെന്നില്ല. കാരണം ആ വീടിപ്പോ എന്റെ ലോകമല്ല. ഈ വീട്ടില ഞാൻ എന്റെ ലോകത്തെ കാണുന്നത്. സൂരജ് പ്ലീസ് പ്ലീസ്, നീ ഈ ഗുണ്ടാപ്പടിയൊന്ന് ഉപേക്ഷിക്കോ? എന്നാ മാഡത്തിന് ഈ പിടിവാശി ഉപേക്ഷിച്ച എന്താ? ഈ വീട്ടിൽ മാഡത്തിന് എന്താ എടുത്തു വെച്ചിട്ടുള്ളത്? ഈ വീട്ടിൽ നിങ്ങൾ ആർക്കും തന്നെ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എല്ലാരും വെറുപ്പ് സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുന്നത്? എത്ര വെറുപ്പ് സഹിക്കേണ്ടി വന്നാലും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആയിക്കോട്ടെ, സഹിച്ചോളൂ. എല്ലാരും വെറുപ്പ് സഹിച്ചോളൂ, എന്നെ സഹിച്ചോളൂ. പക്ഷെ ഞാൻ എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായോ? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് സത്യം. പക്ഷെ ഇതേ ആൾക്കാർക്ക് നീ തെറ്റായിട്ടൊന്നും ചെയ്യരുതെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയെങ്കിലും നിനക്കിതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മാറാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കൂ പ്ലീസ്. പറയുന്നത് അനുസരിക്കുക. വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. ശരി, ഞാൻ പോവാം. अजब है कहानी गजब है फसाना എന്താ പറഞ്ഞേ? है रिश्ता ये कैसा किसी ने न जाना अलग है मिजाज एक दूजे കേട്ടില്ലേ, ഞാൻ പോയിക്കോളാന്ന്. चल रहा कारवां ഞാൻ ഇവിടെ നിന്നെന്തൊക്കെയോ പോകാൻ തയ്യാറാ. പക്ഷെ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയോ? ഒന്നല്ല, നിങ്ങൾ എത്ര വ്യവസ്ഥ പറഞ്ഞാലും എനിക്ക് സമ്മതം. പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? അടുത്ത 48 മണിക്കൂർ എന്ന് വെച്ചാ ഇനി വരുന്ന 2 ദിവസം നീ ഗുണ്ടായിസം പൂർണ്ണമായി ഉപേക്ഷിക്കണം. तू ना जरा सा भी मेरी तरह അടുത്ത 48 മണിക്കൂർ നീ ഒരു തരത്തിലുള്ള വഴക്കിനും വക്കാണത്തിനും പോകരുത്. ആർക്ക് നേരെയും കൈയൊങ്ങരുത്. ആരെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യരുത്. അടുത്ത 48 മണിക്കൂർ നീ ഒരു ഗുണ്ടയെ പോലെയല്ല, മറിച്ച് നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നീ എങ്ങനെയായിരുന്നോ അതുപോലെ പെരുമാറണം. അച്ഛൻ എന്നും അഭിമാനിച്ചിരുന്ന അച്ഛന്റെ പഴയ മകനായിരിക്കണം നീ ഇനി വരുന്ന 2 ദിവസം. സൂരജ്, ഇനി വരുന്ന 2 ദിവസം നീ ഇതെന്റെ മുന്നിൽ പ്രവർത്തിച്ച് കാണിച്ച ഞാനും നിനക്ക് വാക്ക് തരാം. ആ 48 മണിക്കൂറിന് ശേഷം പിന്നെ എന്റെ ഈ മുഖം നീ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. ഉറപ്പായിട്ട് ഇത് വാക്കാണല്ലോ അല്ലേ? ശതമാനം ഉറപ്പാ. എന്നാലേ എനിക്കും സമ്മതം. 48 മണിക്കൂർ. ഈ വീട്ടിൽ ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അച്ഛൻ അദ്ദേഹം ആഗ്രഹിച്ച പഴയ മകനെ കിട്ടുമല്ലോ.